തിരികെ വാർത്തയിലേക്ക്. കോൺഗ്രസിന്റെ SIR വിരുദ്ധ റാലിയിൽ പ്രധാനമന്ത്രിക്കെതിരെ കൊലവിളി മുദ്രാവാക്യം. മോദിയുടെ ശവമടക്ക് നടത്തുമെന്ന് കോൺഗ്രസിന്റെ മുദ്രാവാക്യം. രാംലീല മൈതാനിയിലെ പരിപാടിയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ വിവാദ മുദ്രാവാക്യം വിളിച്ചത്. സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വ്യാപക പ്രതിഷേധമുയരുകയാണ്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലവിളി മുദ്രാവാക്യം ഉയർന്നത്. വലിയ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. മറ്റു വിശദാംശങ്ങൾ കൂടി. സുരേഷ്, നേരത്തെ ബീഹാറിൽ ഈ രാഹുൽ ഗാന്ധി തന്നെ നടത്തിയ വോട്ട് ചോരി യാത്രയിൽ പ്രധാനമന്ത്രിയുടെ അമ്മയെ അധിക്ഷേപിച്ച് അപമാനിച്ച് ഒരു പ്രസംഗം നടത്തിയിരുന്നു. ഏതാണ്ട് അതിന് തുല്യമായ രീതിയിലാണ് ഇപ്പോൾ രാംലീല മൈതാനിയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ നേതൃത്വം നൽകി ഇന്ത്യ മുന്നണി നടത്തിയിട്ടുള്ള ഈ വോട്ട് ചോരി അല്ലെങ്കിൽ SIRനെതിരെ എന്ന പേരിൽ അവർ നടത്തുന്ന ഈ പ്രതിഷേധത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം മുഴങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊലപ്പെടുത്തും എന്നാണ് ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത്. അതിൽ മോദി തേരി കബർ ഗുദേഗി ആജ് നഹി തോ കൽ ഗുദേഗി എന്ന മുദ്രാവാക്യം അവർ മുഴക്കുകയാണ് ഉണ്ടായത്. നരേന്ദ്രമോദി, നിന്നെ ഞങ്ങൾ കൊല്ലും, ഇന്നല്ലെങ്കിൽ നാളെ അത് നടപ്പാക്കും എന്ന രീതിയിലാണ് ഈ മുദ്രാവാക്യം ഉയർന്നിട്ടുള്ളത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെയാണ് ഈ രാഹുൽ ഗാന്ധിയെപ്പോലെയും പ്രിയങ്ക ഗാന്ധിയെപ്പോലെയുമുള്ള ആളുകൾ സന്നിഹിതരായിരിക്കുന്ന വേദിക്ക് മുന്നിൽ ഈ മുദ്രാവാക്യം ഉയരുന്നത്. ഒരുപക്ഷെ ഇന്ത്യ മുന്നണി കുത്തഴിഞ്ഞ് ഒരു കലാപത്തിന് ശ്രമിക്കുന്നു, രാംലീല മൈതാനത്ത് നിന്നും ഒരു കലാപത്തിന് അവർ തുടക്കം കുറിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തും എന്നാണ് രാജ്യ തലസ്ഥാനത്ത് രാംലീല മൈതാനിയിൽ നിന്നും ഈ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത്. ഒരുപക്ഷെ കൃത്യമായ BJPയുടെ ഭാഗത്തുനിന്നും വൈകാതെ ഉണ്ടാകും എന്ന് കരുതുന്നു. സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ശ്രീകാന്ത്, ഇവിടെ നമുക്കറിയാം ഈ രാജ്യം ഒന്നാകെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃപാടവത്തിൽ വികസനത്തിലേക്ക് കുതിക്കുകയാണ്. ലോക രാജ്യങ്ങൾ പോലും അദ്ദേഹത്തിന്റെ പ്രഭാവത്തെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഇവിടെ അമ്പയെ തോൽക്കുന്നതിൽ പ്രകോപനമുണ്ടാകുന്ന കോൺഗ്രസ് നേതൃത്വം, ആ കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിലുള്ള കൊലവിളി മുദ്രാവാക്യം വിളിക്കുന്നു. ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നു. ജനങ്ങൾ വലിയ രീതിയിലുള്ള വിമർശനം അവർക്കെതിരെ ഉന്നയിക്കുന്നു. വീണ്ടും വീണ്ടും അവർ പരാജയത്തിന്റെ കുപ്പുകുഴിയിലേക്ക് അകപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ടും പാഠം പഠിക്കുന്നില്ല. വ്യക്തിപരമായി ഇത്തരത്തിൽ വിമർശിക്കുന്ന പ്രതികരണവുമായി ആ നേതൃത്വവും അണികളും രംഗത്ത് വരികയാണല്ലേ? രാഷ്ട്രീയം മാറ്റി നിർത്താം, അതിനും അപ്പുറം അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, ഏറ്റവും പദവി വഹിക്കുന്നയാളാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സുരക്ഷ സംബന്ധിച്ച് വലിയ ആശങ്കകൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അടുത്തിടെ അദ്ദേഹത്തെ അസാസിനേറ്റ് ചെയ്യാനുള്ള ചില നീക്കങ്ങളൊക്കെ നടന്നു എന്ന് ചില വാർത്തകളൊക്കെ പ്രചരിക്കുകയും ചെയ്തിരുന്നു. അത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത കൂടി നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഈ ഇത്ര വലിയ പരമോന്നതമായി ഈ രാജ്യത്തെ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ കൊലപ്പെടുത്തും എന്ന് രാജ്യ തലസ്ഥാനത്ത് നിന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ അവരുടെ നേതാക്കൾ നിർത്തി. അത് പ്രതിപക്ഷ നേതാവാണ് ഈ രാഹുൽ ഗാന്ധി എന്നോർക്കണം. അതേ രാഹുൽ ഗാന്ധിയെ സാക്ഷി നിർത്തി വയനാട് നിന്നുള്ള MP പ്രിയങ്ക ഗാന്ധിയെ സാക്ഷി നിർത്തി വിളിച്ചു പറയുകയാണ്, ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയെ ഞങ്ങൾ കൊന്നു കൊലവിളിക്കും, അത് ഇന്ന് നടന്നില്ലെങ്കിൽ നാളെയെങ്കിലും ഞങ്ങൾ പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തും, നരേന്ദ്രമോദിയെ കൊന്നു കൊലവിളിക്കും എന്ന് വിളിച്ചു പറയുകയാണ്. ഈ രാജ്യ തലസ്ഥാനത്ത് നിന്നും വിളിച്ചു പറയുകയാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ. രാജ്യത്തിന് നേർക്കുള്ള വെല്ലുവിളിയാണ്. പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തും എന്ന മുദ്രാവാക്യം വിളിക്കുക വഴി ഈ രാജ്യദ്രോഹ പ്രവർത്തനമാണ് കോൺഗ്രസും ഒരുപക്ഷെ അത് കേട്ടുകൊണ്ട് നിന്ന പ്രതിപക്ഷ നേതാവും ആ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും ഇത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട.
യെസ്, കോൺഗ്രസിന്റെ SIR വിരുദ്ധ റാലിയിലാണ് പ്രധാനമന്ത്രിക്കെതിരെ കൊലവിളി മുദ്രാവാക്യം ഉയർന്നത്. മോദിയുടെ ശവമടക്ക് നടത്തുമെന്ന് കോൺഗ്രസിന്റെ മുദ്രാവാക്യം. രാംലീല മൈതാനിയിലെ പരിപാടിയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ വിവാദ മുദ്രാവാക്യം വിളിച്ചത്. സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വലിയ വ്യാപകമായ പ്രതിഷേധമാണ് ശക്തമായി കഴിഞ്ഞത്. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.